ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു ബിഗ് സോറി, ഞാൻ കുറച്ച് കാലമായി വീഡിയോ ഇട്ടിട്ട്. ഞാൻ ഇനി മുതൽ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടാമെന്നൊക്കെ വിചാരിച്ചതാണ്. പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചത് പെട്ടെന്ന് ഞാൻ തന്നെ അറിയാണ്ട് ഡിലീറ്റ് ആക്കിപ്പോയി. അതുകൊണ്ട് മാത്രമാണ് നേരം വൈകി. പിന്നെ ഞാനിതാ ഈ നെതർ പോർട്ടൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് ഞാൻ നെതർ പോർട്ടൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഏതാ വഴി? ഇതാണ് വഴി. അപ്പോൾ ഈ നെതർ പോർട്ടൽ നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോയിച്ചാൽ വീട്ടിലേക്ക്, ഇങ്ങോട്ട് പോയിച്ചാൽ നമ്മുടെ സ്ഥലത്തേക്ക് തന്നെയാണ്. അത് ഞാൻ ഓഫ് ക്യാമറയിൽ തന്നെ ചെയ്തു. പിന്നെ കഴിഞ്ഞ എപ്പിസോഡ് നിർത്തിയത് ഇവിടെ തന്നെയാണല്ലോ, നമ്മൾ അത് ഉണ്ടാക്കിയിട്ടാണല്ലോ. അപ്പോൾ ഈ എപ്പിസോഡ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ഡീറ്റെയിലിങ്ങും ചെയ്തിട്ട് അവർ രണ്ടുപേരായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു ബെഡ് ഉണ്ടാക്കട്ടെ അവർക്ക്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. പിന്നെ ഈ എപ്പിസോഡിൽ തന്നെ നമുക്ക് കുറച്ച് പണികൾ ചെയ്യാണ്ട്, ഞാൻ കുറച്ച് കാലമായി വേണ്ടെന്ന് മാറ്റി വെച്ച കുറച്ച് പണികൾ ചെയ്യാണ്ട്, അതും കൂടി ചെയ്യണം. ഓക്കെ, ഞാനൊരു ഫ്ലവർ പോട്ടും കൂടി വെച്ചിട്ടുണ്ട്. അത് അവിടെയൊക്കെ ഒരു ജീവൻ കൊണ്ടുവരും. പിന്നെ ഇവിടെ ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഈ ഭാഗത്തൊന്നും ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ടാക്കണം. അപ്പോൾ 4 ലോഗ് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് സ്ട്രിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ. ഇതിൻ്റെ മേലെ ഇനി നമുക്ക് ഫുഡ് വെച്ചാൽ മതി. ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പോർച്ചോക്ക് തന്നെയാണ് എടുക്കുന്നത്. പോർച്ചോക്കാണല്ലോ നമ്മൾ സാധാരണ അവർക്ക് കൊടുക്കാറ്. അപ്പോൾ പോർച്ചോക്ക് തന്നെയാണ് വെക്കണത്. അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഓക്കെ, പോർച്ചോക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സീ പിക്കിൾ എടുക്കണം. ഓക്കെ, സീ പിക്കിൾ എടുത്തിട്ടുണ്ട്. ഇനി 2 എന്താ ഇവിടെ വെച്ചെടുത്താൽ അത് കപ്പുമായി. കപ്പ് എന്തിനാണ് എടുക്കുക? കപ്പ് കൊണ്ട് ഒരു വെള്ളം കുടിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇനി അവർക്ക് ശരിക്കും വെള്ളം കുടിക്കാൻ വേണ്ടി ഇവിടെ ഒരു വെള്ളം ഒഴിച്ച് വയ്ക്കാം. അതവിടെ ഇരുന്നോട്ടെ. കാരണം റൂമിലിരിക്കുമ്പോൾ പെട്ടെന്ന് അവർക്കേറ്റ് വെള്ളം കുടിക്കാൻ തോന്നിച്ചാൽ വന്ന് കുടിക്കാമല്ലോ വെച്ചിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ മൈൻക്രാഫ്റ്റാണിത്. ഇപ്പോൾ നമ്മൾ ആവശ്യമില്ലെങ്കിലും കുറേ ഡീറ്റെയിലിങ് അങ്ങനെ വെക്കുമല്ലോ. ഇനി നമുക്ക് ഇവിടെ കുറച്ചും കൂടി ഡീറ്റെയിലിങ് കൊണ്ടുവരണം. കുറച്ച് പെട്ടികളും കാര്യങ്ങളും പിന്നെ ഒരു മ്യൂസിക് ഡിസ്കും എല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഒരു വൈബാക്കി കൊണ്ടുവരണം. പിന്നെ നമുക്ക് പുറത്താണ് പണി. അപ്പോൾ നമുക്ക് ഇവിടെ 2 പെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അവർ ഉപയോഗിക്കാനൊന്നും പോകുന്നില്ല, പക്ഷേ നമുക്കൊരു ജീവൻ കൊണ്ടുവരാൻ വേണ്ടി മാത്രം നമ്മൾ ഇങ്ങനെ വെക്കാം. പിന്നെ അത് തുറന്നും വെച്ചിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ പുറത്തെ കാഴ്ചകളും കണ്ടോട്ടെ. അപ്പോൾ അങ്ങനെ ഇരുന്നോട്ടെ വെച്ചിട്ട് ഇത് തുറന്നേക്കണ്ട. അപ്പോൾ ഞാനിവിടെ ഒരു തൂണും കൂടി വെക്കേണ്ടത്, കാരണം ഇവിടെ ഒന്നും ഇല്ലാത്ത മാതിരി. അപ്പോൾ ഞാൻ ഇവിടെ ഒരു തൂണും കൂടി വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ തൂണ് വന്നപ്പോൾ നമ്മുടെ റൂം ഒന്നും കൂടി ഒന്ന് ക്രൗഡായിട്ടുണ്ട്. അപ്പോൾ ഒരു രസം തോന്നുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരു ബാരലും കൂടി വെച്ചു. അപ്പോൾ ഒന്നും കൂടിയും ക്രൗഡായി. ഇനി ഇവിടെ ഒരു മ്യൂസിക് ഡിസ്കും വരും. പിന്നെ നമ്മുടെ ചെക്കനും കൂടി ഇങ്ങോട്ട് വന്നു വെച്ചാൽ എല്ലാം സെറ്റാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇനി അവന്മാരെ 2 പേരെയും ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ഓക്കെ, നീട്ട് പോരെ. ഇനി മുതൽ നിങ്ങളുടെ പ്ലേസ് ഇതല്ല. ഇനി മുതൽ നിങ്ങൾക്കൊരു വെറൈറ്റി സ്ഥലമുണ്ട്. പിന്നെ നമ്മുടെ ഹാപ്പി ഗസ്റ്റ് കുറേ കാലമായി പറക്കണു. അപ്പോൾ ഞാൻ ഇവനെയും കൂടി ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഹാപ്പി ഗസ്റ്റ് കുറേ കാലമായി ഇവിടെ വെറുതെ പറക്കണു. അവന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം ഒന്ന് ചെയ്ത് കൊടുക്കണം. അവനിരിക്കാനല്ല, അവനൊന്ന് നമുക്ക് നോക്കണം. ഓക്കെ, നമുക്കിതാ ഇവനെയും കൂടി ഇരുത്തിയിട്ടുണ്ട്. അവൻ ഡെയിലി ഫുഡായതുകൊണ്ട് അവൻ ഇത് കഴിക്കാതെ അപ്പുറത്തേക്ക് നോക്കി കിടന്ന് ഉറങ്ങുകയാണ്. അങ്ങനെ വിചാരിച്ചോട്ടെ. ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവൻ അവിടെ കഴിച്ചിട്ട് ഉറങ്ങുന്നുണ്ട്, ഇവിടെ ശരിക്കും ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് സെറ്റായി. ഓക്കെ, നമ്മുടെ കുട്ടിക്ക് നമ്മൾ പേരിട്ടിട്ടില്ല. പങ്കു എന്നാണ് നമ്മളിപ്പോൾ അയ്യോ പൊട്ടിപ്പോയി. കുഴപ്പമില്ല. നമുക്ക് ഇപ്പോൾ ഇട്ട പേര് പങ്കു എന്നാണ്. അപ്പോൾ ഇന്ന് മുതൽ എവിടെ ഈ ചെക്കൻ്റെ പേര് പങ്കു. അപ്പോൾ പങ്കു. ഓക്കെ, അപ്പോൾ അവൻ്റെയും കൂടി പേര് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും സ്ഥലത്ത് ഇവനെ കയറ്റിയിരുത്താം. വീട്ടിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ ഇവനെ കയറ്റണില്ല, കാരണം ബോൺ നടക്കുന്നുണ്ട്. ബോണിന് ഇവന് കൊടുക്കാൻ പറ്റുമോ? ടൈം ചെയ്ത് പിന്നെ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇവനെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റാം. വാടാ, ഉള്ളിൽ കയറ്റാൻ നല്ല പണിയാണ് ഗൈസ്. ഇപ്പം നിന്നു. ഓക്കെ, അവനുള്ളിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഇതിന് ചുറ്റോറും നമുക്ക് അയൺ ബാർ വയ്ക്കണം. എന്നിട്ടൊരു ചെറിയൊരു ഡീറ്റെയിലിംഗ് ഇങ്ങോട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ അയൺ ബാർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു ഗേറ്റ് വയ്ക്കണം. ഇതെന്താണെന്ന് വെച്ചാൽ ഈ ആർക്കിയോളജിസ്റ്റൊക്കെ നമ്മുടെ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും കിട്ടിച്ചാൽ ഇങ്ങനെ അവിടെ ഫെൻസ് ചെയ്തിട്ട് അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആൾക്കാരൊന്നും കയറാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സംഭവം ചെയ്യും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് എത്രത്തോളം അങ്ങനെ എനിക്കറിയില്ല. ഏതായാലും നമുക്കത് കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് ചെയ്യാണ്ട്. ഓക്കെ ഗൈസ്, ഞാൻ മൊത്തം ചെയ്തിട്ടുണ്ട് ഡീറ്റെയിലിംഗ്. ഇനി നമുക്ക് ഇവിടെ ഒരു ഡോർ മാതിരി എന്തെങ്കിലും വെക്കണം. അതിനിപ്പോൾ കയ്യിൽ ഒന്നും കാണാനില്ല. ട്രാപ്പ് ഡോർ വെച്ചാൽ റെഡി ആവുമോ? അയൺ ബാറും ഇല്ല. ഗൈസ്, സ്കാഫോൾഡിങ് വെച്ചാലോ? ഒന്ന് വെച്ചോക്കാം. നോക്കട്ടെ. കുഴപ്പമില്ല ഗൈസ്, അത് രസമുണ്ട്. അപ്പോൾ അതങ്ങനെ ഇരുന്നോട്ടെ. പിന്നെ നമുക്ക് ഉള്ളിലേക്ക് പോകണമെങ്കിൽ പോവുകയും ചെയ്യാം.
വെറുതെ ഒരു ഗേറ്റുമാതിരി ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഒരു പാത്ത് സെറ്റാക്കണം നമ്മുടെ വീട്ടിലേക്ക്. പാത്ത് ഡീറ്റെയിലിങ്ങും ചെയ്യണം. അത് ഞാൻ ഓഫ് ക്യാമറയിൽ ചെയ്തോളാം. പിന്നെ ഇവിടെ കുറേ പാത്ത് നമ്മൾ ഡീറ്റെയിലിങ് ചെയ്യാതെ വെച്ചിട്ടുണ്ട്. ആ പാത്തുകളൊക്കെ ഡീറ്റെയിലിങ് ആക്കണം. പിന്നെ നമ്മുടെ ട്രേഡിംഗ് ഹാളിലേക്ക് പോകണ പാത്ത് നമ്മുടെ വീടിൻ്റെ അവിടേക്ക് കണക്ട് ചെയ്യും വേണം. ഇതൊക്കെയാണ് നമുക്ക് ഇനി ഓഫ് ക്യാമറയിൽ ചെയ്യാനുള്ള പണി. അപ്പോൾ ഇവിടുത്തെ പണി കഴിഞ്ഞു. ഇനി അവിടെ നമ്മുടെ നമ്മുടെ ഡോഗിൻ്റെ ഐലൻഡിൽ ബീച്ചിൻ്റെ അവിടെ ഒരു പണിയുണ്ട്, അതും കൂടി ചെയ്യുള്ളൂ. പിന്നെ ഇവിടെ ഒരു കറണ്ട് കമ്പി നമ്മുടെ ഇതിൽ മുട്ടണമായൊരു സംഭവം ചെയ്യാണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ആൾക്കാർ ഉള്ളിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉള്ളിൽ കയറി വെച്ചാൽ കറണ്ട് അടിക്കും, അങ്ങനെ മാരത്തൊരു സാധനം നമുക്ക് ചെയ്യാണ്ട്. അപ്പോൾ നമ്മളിതാ കറണ്ട് കമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഹാപ്പി ഗാസ്റ്റിനൊന്ന് നോക്കാം. കുറേ കാലമായി അവനെ വെറുതെ അവിടെ തുറന്നു വിട്ടേക്കാണ്. അവന് ഇരിക്കാനുള്ള പ്ലേസ് എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത എപ്പിസോഡിൽ എന്തായാലും ചെയ്യണം. പിന്നെ നമ്മുടെ ഈ ഐലൻഡിലാവും നമ്മുടെ ഹാപ്പി ഗാസ്റ്റിൻ്റെ ഇരിക്കാനുള്ള പ്ലേസ് നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്കിലാവും. അപ്പോൾ ഒരു ടവറാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ഹാപ്പി ഗാസ്റ്റിന് ഇപ്പോൾ ഞാൻ നോർമൽ ഇതാണ് ഇട്ടുള്ളത്, ഹാർനസ്സാണ് ഇട്ടുള്ളത്. അത് നമുക്ക് മാറ്റാം. അപ്പോൾ ഞാനിത് അവിടെ നമ്മുടെ എന്താ ഇതിൻ്റെ പേര്, ജൂട്ട് ബോക്സ്, ആ സാധനം വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ മ്യൂസിക് ഡിസ്കും കൂടി ഇട്ട് വെച്ചാൽ എനിക്ക് പാട്ട് കേൾക്കും, നിങ്ങൾക്ക് കേൾക്കില്ല. അപ്പോൾ നമുക്ക് ഒരു തത്തേനെ പറ്റുമെങ്കിൽ പിടിച്ചുകൊണ്ടുവരാം. അവളും ഇവിടെ കിടന്ന് ഇങ്ങനെ ആടും. അതിന് പേരിടണം. അപ്പോൾ നമുക്ക് കുറേ പെറ്റിന് നമുക്ക് പേരിടാണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ ചെയ്യണം. എന്തായാലും നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമ്മുടെ എല്ലാ പെറ്റിനും പേരിടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ പിങ്കിക്കും പോങ്കിക്കും പേരിടണം. അത് കുറേ കാലമായിട്ട് അവിടെ വെറുതെ കിടക്കുകയാണ്, അതിന് പേരിടണം. അപ്പോൾ നമ്മുടെ ഹാപ്പി ഗാസ്റ്റിന് നമ്മൾ ബ്ലൂ ഹാർനസ് കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് ബ്ലൂ ഹാർനസ്. അപ്പോൾ നമ്മുടെ അലൈൻ്റെ ടെക്സ്ചറാണ് വന്നുള്ളത്. ഇത് നമ്മുടെ ബേസിന് മാച്ച് ആവുക ചോദിച്ചാൽ വെറുതെ കുഴപ്പമില്ലാന്നേ പറയാനായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തത് ഇട്ട് നോക്കാം. അടുത്തത് ഏതാണ്? അടുത്തത് വൈറ്റാണ് തോന്നണോ. ഇത് കുഴപ്പമില്ല. ഇത് നമ്മുടെ ബേസിൻ്റെ ഒരു ചെറിയൊരു ഇത് വരുന്നുണ്ട്. കാരണം അവൻ്റെ മുടിയും കണ്ണടിയും നമ്മുടെ ബേസിനോട് ചെറുതായി ചേർന്നുകൊണ്ട്. അപ്പോൾ ഇത് മതി ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഡോഗിൻ്റെ ഐലൻഡിലേക്ക് പോവാം. ഐലൻഡിന് ഒരു പേരിടണം ഗൈസ്. അപ്പോൾ ഇനി ഇവിടെ ബീച്ചിൻ്റെ ബിൽഡാണ് വരാൻ പോകുന്നത്. നമ്മുടെ ജഗ്ഗുവിനും ജഗ്ഗിക്കും എങ്ങാനും ബീച്ചിൽ വെറുതെ വന്നിരിക്കണം തോന്നിച്ചാൽ ഇവിടെ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ സംഭവം. അപ്പോൾ നമ്മളിതാ അതിൻ്റെ ഒരു ചെറിയ സംഭവം റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വെയിൽ കൊള്ളാതിരിക്കാനുള്ള സംഭവം. ഇടയ്ക്ക് നമുക്ക് ഇതും കൂടി വെച്ചുകൊടുത്തൊരു ഡീറ്റെയിലിങ്ങും ആവും. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി ഇവിടെ 2 കൂടി വെച്ചെടുക്കാണ്ട്. ഓക്കെ, അത് സെറ്റായിട്ടുണ്ട്. ഇനി ഇവിടെ വന്ന് കിടന്നു വെച്ചാൽ അമ്മമാർക്ക് വെയിലും കൊള്ളില്ല. ഇവിടെ വെക്കണ്ട, ഇവിടെ വെച്ചാൽ ശരിയാവില്ല. അപ്പോൾ അത് സെറ്റായി. ഇനി നമുക്ക് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ കുറേ കാലമായി വീഡിയോ ഇട്ടേക്ക് അറിയാം. അപ്പോൾ ഇനി മുതൽ ആഴ്ചയിൽ 2 വീഡിയോ എങ്കിലും വരാൻ നോക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡ് തന്നെ ആയിരിക്കും. ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്. ബൈ.